അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ നടുക്കവും ആഘാതവും നമുക്കിപ്പോഴും വിട്ടുപോയിട്ടില്ല. 275ഓളം ആളുകളാണ് ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടത്. വിമാനത്തിനുണ്ടായ ദുരന്തത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും അനുമാനങ്ങളുമെല്ലാം വിദഗ്ധർ പല രീതിയിൽ തരുന്നുണ്ട്. യഥാർത്ഥ കാരണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഓരോ വിമാനവും പറന്നുയരുമ്പോൾ അതോടൊപ്പം യാത്രക്കാരും അല്ലെങ്കിൽ മറ്റ് ലഗേജുകളും മാത്രമല്ല, നിശബ്ദനായ ഒരു സാക്ഷി കൂടി ആ വിമാനത്തോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ട്. ആ വിമാനത്തിന്റെ തത്സമയ സാങ്കേതികതയും പൈലറ്റുമാരുടെ സംസാരവുമെല്ലാം റെക്കോർഡ് ചെയ്യുന്ന ഒരു ഉപകരണം, ഏവിയേഷൻ സുരക്ഷയിലെ ഒരു പ്രധാനി, ബ്ലാക്ക് ബോക്സ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമസ്കാരം, ചെറുതല്ല കാര്യത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഹമ്മദാബാദിൽ ഉണ്ടായ വിമാന ദുരന്തത്തെക്കുറിച്ച് ഈ മേഖലയിലെ വിദഗ്ധർ പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. എഞ്ചിൻ സാങ്കേതിക പ്രശ്നമായിരിക്കാം എന്ന് പറയുമ്പോൾ തന്നെ ഒരേ സമയം രണ്ട് എഞ്ചിനും തകരാറിലാവാനുള്ള സാധ്യത ഇല്ല എന്ന് വിദഗ്ധർ പറയുന്നു. പറന്നു പൊങ്ങിയ ശേഷവും ആ വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ ചക്രങ്ങൾ ഉള്ളിലേക്ക് വലിയാത്തതും അതിന്റെ ഫ്ലാപ്പുകൾ ക്രമരഹിതമായിരുന്നതുമെല്ലാം പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നു. ചുരുക്കത്തിൽ ആ വിമാനത്തിന് ഒരു പവർ ഫെയിലിയർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് പല വിദഗ്ധരും പറയുന്നത്. യഥാർത്ഥമായ കാരണം കണ്ടെത്തണമെങ്കിൽ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കിട്ടേണ്ടത് അത്യാവശ്യമായിരുന്നു. അത് വീണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് അഹമ്മദാബാദിൽ വിമാനത്തിന് സംഭവിച്ച ദുരന്തത്തിന് കാരണം എന്താണെന്ന് നമുക്ക് അറിയാൻ പോകുന്നത്. വിമാനത്തിലെ സുരക്ഷാ സങ്കേതങ്ങളിലൊന്നായ ബ്ലാക്ക് ബോക്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് ബ്ലാക്ക് ബോക്സ്? അതിൽ കൗതുകകരമായ ഒരു കാര്യമുള്ളത് ആദ്യമേ അങ്ങ് പറയാം. ഇതിന്റെ പേര് മാത്രമേ ബ്ലാക്ക് ബോക്സ് എന്നുള്ളൂ. ഇത് യഥാർത്ഥത്തിൽ നിറം കറുപ്പല്ല, ഓറഞ്ച് നിറമുള്ളതാണ് ബ്ലാക്ക് ബോക്സ്. ഓറഞ്ച് നിറമുള്ള ഈ വസ്തുവിന് പിന്നെ ബ്ലാക്ക് ബോക്സ് എന്ന പേര് എങ്ങനെ വന്നു? ആദ്യകാലങ്ങളിലെ മിലിറ്ററി ഇലക്ട്രോണിക്സിന്റെയും എഞ്ചിനീയറിംഗിന്റെയും ഒരു മേഖലയിൽ നിന്നാണ് ബ്ലാക്ക് ബോക്സ് എന്ന പേര് കിട്ടിയത്. എന്താണ് ഇതിന്റെ ഉള്ളിലുള്ളതെന്നോ അതിന്റെ പ്രവർത്തനം എന്താണെന്നോ അറിയാത്ത ഒരവസ്ഥയിൽ, നിഗൂഢമായ ഒരവസ്ഥയിൽ സീൽ ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ വസ്തുവിനെ ആലങ്കാരികമായി കൊടുത്ത ഒരു പേരാണ് ബ്ലാക്ക് ബോക്സ്. അജ്ഞാതമായ നിഗൂഢമായ വസ്തു എന്നർത്ഥം മാത്രമേ അതിനുള്ളൂ. വിമാനങ്ങളിൽ സുരക്ഷാ കാരണത്തിന്റെ ഭാഗമായി ഇത് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ആ പേര് അങ്ങ് പാടിപ്പഴകിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. സുരക്ഷയുടെ ഭാഗമായി വിമാനങ്ങളിൽ ബ്ലാക്ക് ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പിന്നിലും ഒരു ചരിത്രമുണ്ട്. അതും ഒരു വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. 1953 കോമറ്റ് ജെറ്റ് ലൈനറിന്റെ എയർക്രാഫ്റ്റിന് ഉണ്ടായ ദുരന്തമായിരുന്നു അത്. ലോകത്തിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ് കമ്പനിയാണ് കോമറ്റ് ജെറ്റ് ലൈനർ. 1953 ജെറ്റ് ലൈനർ സംഭവിച്ച ഈ ദുരന്തത്തിന് എന്താണ് കാരണമെന്ന് അജ്ഞാതമായി തുടർന്നു. ഈ സംഭവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ഡേവിഡ് വാരൻ വിമാനത്തിന്റെ സാങ്കേതികതയും കോക്പിറ്റിൽ പൈലറ്റുമാരുടെ സംസാരവും റെക്കോർഡ് ചെയ്യുന്ന ഒരു ഡിവൈസിനെ കുറിച്ചുള്ള ആലോചന തുടങ്ങിയത്. ആദ്യകാലങ്ങളിൽ ഇത്തരം ഒരു ഡിവൈസ് വിമാനത്തിൽ വെക്കുന്നതിനെ സംശയകരമായ രീതിയിൽ കണ്ടുവെങ്കിലും പിന്നീട് ഈ ഉപകരണത്തിന് വ്യാപകമായ പ്രചാരം ലഭിക്കുകയായിരുന്നു. ഡേവിഡ് വാരൻ നിർമ്മിച്ച ബ്ലാക്ക് ബോക്സിന്റെ ആദിമ രൂപത്തിൽ, പ്രോട്ടോടൈപ്പിൽ, കോക്പിറ്റിലെ പൈലറ്റുമാരുടെ സംസാരം റെക്കോർഡ് ചെയ്യുന്ന ഓഡിയോ റെക്കോർഡിംഗ് സംവിധാനവും അതുപോലെ വിമാനത്തിന്റെ സാങ്കേതികത റെക്കോർഡ് ചെയ്യുന്ന രണ്ട് ഉപകരണങ്ങൾ ചേർന്നായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് പലപ്പോഴായി കണ്ടുപിടുത്തങ്ങളും പരിഷ്കരണങ്ങളും നടത്തി ഇന്ന് രണ്ട് പ്രത്യേക യൂണിറ്റുകൾ ഉൾപ്പെടുന്നതാണ് ബ്ലാക്ക് ബോക്സ് എന്ന ഉപകരണം. അതിൽ ഒന്നാണ് കോക്പിറ്റ് വോയിസ് റെക്കോർഡർ, രണ്ടാമത്തത് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ. CVR എന്നും FDR എന്നും ചുരുക്കത്തിൽ അറിയപ്പെടുന്ന ഈ രണ്ട് ഉപകരണങ്ങൾ ചേർന്നതാണ് ഇന്ന് നമ്മൾ പറയുന്ന ബ്ലാക്ക് ബോക്സ്. പിന്നീട് ഇങ്ങോട്ട് വന്ന് ഈ ആധുനിക യുഗത്തിൽ ബ്ലാക്ക് ബോക്സ് എന്നത് ഒരു എഞ്ചിനീയറിംഗ് മാർവലാണ്, വിസ്മയമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഏതൊരു കടുത്ത ആഘാതത്തെയും നേരിടാൻ പ്രാപ്തിയുള്ള ബ്ലാക്ക് ബോക്സിന്റെ പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം. ബ്ലാക്ക് ബോക്സിന് 3400 G ഫോഴ്സ് ആഘാതം താങ്ങാനുള്ള ശേഷിയുണ്ട്. ഒരു G ഫോഴ്സ് എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമുക്കറിയാം, ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് ഒരു വസ്തുവിനെ ആകർഷിക്കുന്ന വേഗതയാണ് G ഫോഴ്സ്. എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ, ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഒരു വസ്തു വീഴുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിലായിരിക്കും. ഇതിനെയാണ് G ഫോഴ്സ് എന്ന് വിളിക്കുക. ഒരു മണിക്കൂറോളം സമയം 1100 ഡിഗ്രി സെൽഷ്യസ് ചൂട് താങ്ങാനുള്ള ശേഷിയുണ്ട് ബ്ലാക്ക് ബോക്സിന്. അത് മാത്രമല്ല, കടലിന്റെ അടിയിൽ 20,000 അടി വരെ താഴ്ചയിലുള്ള പ്രഷർ താങ്ങാനുള്ള ശേഷിയുമുണ്ട്. കടലിനടിയിലേക്ക് ഓരോ 10 മീറ്ററിലും 1 അറ്റ്മോസ് എന്ന രീതിയിലാണ് മർദ്ദം കൂടിക്കൊണ്ടിരിക്കുന്നത്. കോക്പിറ്റ് വോയിസ് റെക്കോർഡർ CVR എന്ന ഡിവൈസ് കോക്പിറ്റിനുള്ളിലെ, വിമാനത്തിൽ പൈലറ്റുമാർ ഇരിക്കുന്ന അറയ്ക്കുള്ളിലെ ചേംബറിനുള്ളിലെ എല്ലാ ശബ്ദങ്ങളും പിടിച്ചെടുക്കും. ശബ്ദം എന്ന് പറയുമ്പോൾ അത് പൈലറ്റുമാർ സംസാരിക്കുന്നത് മാത്രമല്ല, എഞ്ചിന്റെ ശബ്ദം, സ്വിച്ചുകളുടെ ശബ്ദം, അലാം ശബ്ദം, ഇതെല്ലാം CVR എന്ന ഉപകരണം പിടിച്ചെടുക്കും. FDR അഥവാ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ ആവട്ടെ, ആ വിമാനം നേരിടുന്ന എല്ലാത്തരം സാങ്കേതിക പാരാമീറ്റേഴ്സിനെയും റെക്കോർഡ് ചെയ്യും. അതിൽ വിമാനം പറന്നുകൊണ്ടിരിക്കുന്ന ഉയരം, പറക്കുന്ന വേഗത, ദിശ, എഞ്ചിൻ പെർഫോമൻസ്, ഇതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടും.
ഒരു വിമാനത്തിന്റെ ഏറ്റവും നിർണായകമായ ഇത്തരം വിവരങ്ങൾ ശേഖരിച്ച് വെക്കുന്നത് കൊണ്ട് തന്നെ ബ്ലാക്ക് ബോക്സ് എന്നത് ഏറ്റവും പരമപ്രധാനമായ ഒരു ഉപകരണമാണ്. പ്രത്യേകിച്ചും ഒരു ദുരന്തമുണ്ടായാൽ ആ ദുരന്തത്തിന് കാരണമാകുന്ന സാങ്കേതിക തകരാർ എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ ബ്ലാക്ക് ബോക്സ് കൂടിയേ തീരും. അങ്ങനെയാണെങ്കിൽ ഇത്രമാത്രം പ്രധാനപ്പെട്ട ഈ ഉപകരണം വിമാനത്തിൽ സ്ഥാപിക്കേണ്ടതും ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്തായിരിക്കണമല്ലോ. ഒരു കാരണവശാലും നശിച്ചു പോകാൻ പാടില്ലാത്ത ഒരു സ്ഥലത്തായിരിക്കണം. എവിടെയായിരിക്കും, അല്ലെങ്കിൽ വിമാനത്തിന്റെ ഏത് ഭാഗമായിരിക്കും ഇത്തരത്തിലുള്ളതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? വിമാനത്തിന്റെ വാൽ ഭാഗത്താണ് എപ്പോഴും ബ്ലാക്ക് ബോക്സ് എന്ന ഉപകരണം സ്ഥാപിക്കുന്നത്. കാരണം ഒട്ടുമിക്ക വിമാന ദുരന്തങ്ങളിലും, പ്ലെയിൻ ക്രാഷുകളിലും, അതിന് വെള്ളത്തിൽ വീഴുന്നതാവട്ടെ, അതല്ല ക്രാഷ് ലാൻഡ് ചെയ്യുന്നതാവട്ടെ, ഇനി അതല്ല നമ്മുടെ അഹമ്മദാബാദിൽ സംഭവിച്ചതുപോലെ എന്തെങ്കിലും കെട്ടിടത്തിന്മേൽ പോയി ഇടിക്കുന്നതാവട്ടെ, ഇത്തരം എല്ലാം വിമാന ദുരന്തങ്ങളിലും വിമാനത്തിന്റെ ഫ്യൂസലാഷിന്റെ, അതിന്റെ മെയിൻ ബോഡിയെ വിളിക്കുന്നതാണ് ഫ്യൂസലാഷ്, വിമാനത്തിന്റെ ഫ്യൂസലാഷിന്റെ ഏറ്റവും കൂടുതൽ കേടുപാട് പറ്റുന്നത് മുൻഭാഗത്തിനും നടുഭാഗത്തിനും ആയിരിക്കും. എന്നാൽ ഒട്ടുമിക്ക ദുരന്തങ്ങളിലും വിമാനത്തിന്റെ വാൽ ഭാഗത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിക്കുന്നില്ല എന്ന് കാണാം. ഇത് ചുമ്മാതങ്ങ് പറയുന്നതല്ല, വിമാന ദുരന്തങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ പഠനങ്ങൾ വെളിവാക്കുന്നതാണ് ഈ കാര്യം. അതായത് സ്റ്റാറ്റിസ്റ്റിക്കലി നോക്കുകയാണെങ്കിൽ ഒരു വിമാനം ദുരന്തത്തിൽപ്പെട്ടാൽ, അപകടത്തിൽപ്പെട്ടാൽ മുൻഭാഗവും നടുഭാഗവും എല്ലാം നശിച്ചാലും വാൽ ഭാഗമായിരിക്കും നശിക്കാതിരിക്കാൻ സാധ്യത ഏറ്റവും കൂടുതൽ. അങ്ങനെയെങ്കിൽ ഒരു വിമാനത്തിന്റെ സുരക്ഷയെ സംബന്ധിക്കുന്ന ഏറ്റവും നിർണായകമായ ഈ ഉപകരണം, ബ്ലാക്ക് ബോക്സ് എന്ന ഈ ഉപകരണം, വിമാനം തകരുമ്പോൾ തകരാൻ ഒട്ടും സാധ്യതയില്ലാത്ത വാൽ ഭാഗത്ത് സ്ഥാപിക്കുന്നതാണ് ഏറ്റവും ഉചിതം. അങ്ങനെ വരുമ്പോൾ അധികം തകർച്ച സംഭവിക്കാത്ത വാൽ ഭാഗത്ത് നിന്നും അന്വേഷകർക്ക് ബ്ലാക്ക് ബോക്സ് കണ്ടെടുക്കാനും അതിലെ വിവരങ്ങൾ ഡീകോഡ് ചെയ്യാനും എളുപ്പമാകും. വിമാന ദുരന്തം എങ്ങനെയുണ്ടായി എന്ന അന്വേഷണത്തിന് ഇത് ഏറ്റവും നിർണായകമാവുകയും ചെയ്യും. ചൂടിനെയും പ്രഷറിനെയും മർദ്ദത്തെയും എല്ലാം അതിജീവിക്കാൻ ശേഷിയുള്ള SSDO അല്ലെങ്കിൽ ഫ്ലാഷ് മെമ്മറി യൂണിറ്റുകളൊക്കെയാണ് ഇന്നത്തെ വിമാനങ്ങളിലെ, ആധുനിക കാലത്തെ വിമാനങ്ങളിലെ ബ്ലാക്ക് ബോക്സിൽ ഉപയോഗിക്കുന്ന മെമ്മറി യൂണിറ്റുകൾ. എന്നാൽ പഴയ കാലത്ത് ഇത് മാഗ്നറ്റിക് ടേപ്പുകളായി. വീണ്ടെടുക്കപ്പെടുന്ന ബ്ലാക്ക് ബോക്സുകളിലെ ഡേറ്റ അനലൈസ് ചെയ്യാനായിട്ട് ലാബുകളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് NTSB അല്ലെങ്കിൽ AAIB മുതലായ ലാബുകൾ. ലാബിൽ കൊണ്ടുവന്ന ശേഷം ഓരോ ബ്ലാക്ക് ബോക്സിന്റെയും അതുപോലെ തന്നെ ഫ്ലൈറ്റിന്റെയും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡിവൈസിൽ നിന്നും ഡേറ്റ റിക്കവർ ചെയ്യുന്നത്. കരയിലാണ് വിമാനം വീഴുന്നതെങ്കിൽ അതിന്റെ വാൽ ഭാഗത്ത് നിന്നും ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെടുക്കുന്നതിൽ അത്ര പ്രയാസമുള്ള കാര്യമല്ല ഒരു പക്ഷേ. എന്നാൽ വെള്ളത്തിലാണ് വിമാനം വീഴുന്നതെങ്കിലും കടലിൽ തകർന്ന് വീണ വിമാനത്തിൽ കടലിന്റെ ഏത് ഭാഗത്താണ് ബ്ലാക്ക് ബോക്സ് കിടക്കുന്നത് എന്നറിയാൻ സഹായിക്കുന്ന ഒരു ബീക്കൺ ബ്ലാക്ക് ബോക്സിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. 37.5 kHz ആവൃത്തിയുള്ള അൾട്രാസോണിക് ആയിട്ടുള്ള ഒരു ബീപ്പ് ശബ്ദം 30 ദിവസത്തോളം ഈ ബീക്കൺ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. ഈ ശബ്ദം തിരിച്ചറിഞ്ഞാണ് ഏത് ഭാഗത്താണ് കടലിൽ ബ്ലാക്ക് ബോക്സ് വീണ്ടെടുക്കുന്നതെന്ന് അന്വേഷകർ തിരിച്ചറിയുന്നത്. ഇങ്ങനെ കടലിൽ നിന്നോ അല്ലെങ്കിൽ കരയിൽ നിന്നോ വീണ്ടെടുക്കപ്പെടുന്ന ബ്ലാക്ക് ബോക്സുകളാണ് ലാബിൽ കൊണ്ടുവരികയും മുമ്പേ പറഞ്ഞതുപോലെ ലാബിൽ വെച്ച് ഇതിനെ ഡേറ്റ അനലൈസ് ചെയ്യുകയും ചെയ്യുന്നത്. എന്നാൽ മലേഷ്യൻ എയർലൈൻസിന്റെ MH370 എന്ന വിമാനത്തിന്റെ തിരോധാനം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇന്നും ആ വിമാനം എവിടെയാണെന്ന് കണ്ടെത്താനായിട്ടില്ല. വിമാനം തകർന്നോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ലാൻഡ് ചെയ്തിട്ടുണ്ടോ ഒന്നും അറിയില്ല. വിമാനത്തിന്റെ അവശിഷ്ടം കണ്ടെത്താത്തതുകൊണ്ട് തന്നെ മലേഷ്യൻ എയർലൈൻസ് MH370ന്റെ ബ്ലാക്ക് ബോക്സും ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. ബ്ലാക്ക് ബോക്സ് കയ്യിൽ കിട്ടിയാലല്ലേ വിമാനത്തിന് എന്താ സംഭവിച്ചെന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഈ അനുഭവം മുന്നിലുള്ളത് കൊണ്ട് ബ്ലാക്ക് ബോക്സിന്റെ സാങ്കേതികത ഇപ്പോൾ ഒരു പരിണാമത്തിന്റെ ഘട്ടത്തിലാണ്. ലോകത്തിൽ ചില വിമാന കമ്പനികളുടെ ചില വിമാനങ്ങളിലെങ്കിലും വിമാനത്തിൽ അതിന്റെ വാൽഭാഗത്ത് വെച്ചിരിക്കുന്ന ബ്ലാക്ക് ബോക്സ് എന്ന ഡിവൈസിന് പകരം അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ സാറ്റലൈറ്റുമായി ഒരു റിയൽ ടൈം ഡാറ്റ ട്രാൻസ്ഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അഥവാ ഈ വിമാനം കാണാതെയായി പോയാലും ആ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് എന്ന ആ ഒരു ഫിസിക്കൽ ഉപകരണം കിട്ടിയില്ല എങ്കിലും സാറ്റലൈറ്റുമായി ഈ വിമാനം നടത്തിയിരിക്കുന്ന ഡേറ്റയിൽ നിന്നും ആ ഡേറ്റ റിട്രീവ് ചെയ്യാനായിട്ടും വിമാനത്തിന് എന്ത് സംഭവിച്ചു എന്നും അന്വേഷിക്കാനും സാധിക്കും. വിമാനത്തിന്റെ വാൽഭാഗത്ത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ആ ഒരു ഫിസിക്കലായിട്ടുള്ള ബ്ലാക്ക് ബോക്സിന് ഒരു പരീക്ഷണം, ഒരു പുതുമ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് വിമാന കമ്പനികൾ. വിമാനം തകർന്ന ഉടനെ പുറത്തേക്ക് തെറിച്ചു പോവുകയും പാരച്യൂട്ടിന്റെ സഹായത്തോടെ തിരികെ ഭൂമിയിൽ പതിക്കുകയും ചെയ്യാവുന്ന രീതിയിൽ ബ്ലാക്ക് ബോക്സിനെ വിമാനങ്ങൾ സജ്ജീകരിക്കാനുള്ള ആലോചനയും നടക്കുന്നുണ്ട്. ന്യായമായും ഒരു സംശയം നമുക്കിപ്പോൾ തോന്നാവുന്നത് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡും അതുപോലെ തന്നെ കോക്പിറ്റ് വോയിസ് റെക്കോർഡറും എത്ര സമയത്തെ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കും? കാരണം മണിക്കൂറുകൾ നിർത്താതെ പറക്കുന്ന വിമാന സർവീസുകളുമുണ്ട്. FDR അഥവാ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിന് തുടർച്ചയായി 25 മണിക്കൂറിന്റെ ഡാറ്റ ശേഖരിച്ചു വെക്കാനുള്ള ശേഷിയുണ്ട്. അതേപോലെ CVR അഥവാ കോക്പിറ്റ് വോയിസ് റെക്കോർഡർ, കോക്പിറ്റിലെ പലതരം ശബ്ദങ്ങൾ 2 മണിക്കൂറോളം ശേഖരിച്ചു വെക്കും. അതായത് ഓരോ 2 മണിക്കൂറിലും അത് വീണ്ടും മാറ്റി മാറ്റി എഴുതപ്പെട്ടുകൊണ്ടിരിക്കും എന്നർത്ഥം. ഇനി എയ്റോപ്ലെയിനിൽ മാത്രമാണോ ബ്ലാക്ക് ബോക്സുകൾ ഉള്ളത്? അല്ല, വലിയ കപ്പലിലും ട്രെയിനിലും എല്ലാം ബ്ലാക്ക് ബോക്സുകളുണ്ട്. ഈ അടുത്ത കാലത്ത് ചില പുതിയ തലമുറ കാറുകളിലും
ഇത്തരത്തിലുള്ള ബ്ലാക്ക് ബോക്സ് സംവിധാനമുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു. CVRും FDRും അടങ്ങുന്ന ബ്ലാക്ക് ബോക്സ് എന്ന ഈ ഉപകരണത്തിന്റെ പുറംചട്ട ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് ഒന്നുകിൽ ടൈറ്റാനിയം അല്ലെങ്കിൽ സ്റ്റീൽ എന്ന വസ്തു ഉപയോഗിച്ചുകൊണ്ടാണ്. ചുരുക്കത്തിൽ ബ്ലാക്ക് ബോക്സ് എന്നത് വിമാനയാത്ര സുരക്ഷിതമാക്കാനായി മനുഷ്യൻ നടത്തിയ എളിയ ശ്രമങ്ങളുടെ ഒരു പരിണിത ഫലമാണ്. കാരണം ബ്ലാക്ക് ബോക്സുകൾ ഉറങ്ങാറില്ല, സംസാരിക്കാറുമില്ല. എന്നാൽ ഒരിക്കൽ ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ, ബ്ലാക്ക് ബോക്സ് വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഉറക്കെ സംസാരിക്കുകയും ചെയ്യും. അഹമ്മദാബാദിൽ ദുരന്തത്തിൽപ്പെട്ട ഇന്ത്യൻ എയർലൈൻസ് വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. അപകടത്തിനിടയാക്കിയ സാഹചര്യം എന്താണെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞേക്കുമായിരിക്കും. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.